കെമിക്കൽ ഇല്ലാത്ത മൈലാഞ്ചിയും കൊണ്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന്. മൈലാഞ്ചിയുടെ കൂടെ 2 കൂട്ടം സാധനം മാത്രം ചേർത്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് തലമുടി നല്ല കറുപ്പാക്കണം. പിന്നെ മുടിയും നല്ല തഴച്ച് വളരും. ഒരു കെമിക്കലും ചേർന്നിട്ടില്ല. നമ്മുടെ കൈക്കും തല തേക്കുമ്പോൾ തലയ്ക്കും തലയൊട്ടിക്കും ഒക്കെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. താരനുണ്ടെങ്കിൽ താരനും പൊക്കോളും, മുടി നല്ല കറുത്ത് വന്നോളും. പിന്നെ മുടിയും നല്ല ശക്തിയിൽ കരുത്തോടെ വളരുകയും ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ തല തേച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ മുടിയും വളരും, മുടിയും കറക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭാഗം കറക്കുക മാത്രമേ ഉള്ളൂ, വളർച്ച ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല തഴച്ച് വളരും. ഈ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെ ഉണ്ടാക്കണമെന്ന്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റും. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൈലാഞ്ചിയാണ്. ഞാനൊരു 2 പിടുത്തം മൈലാഞ്ചി ഞാൻ പറിച്ചുകൊണ്ട് ഒന്ന് കഴുകിയെടുത്തു. ഇപ്പം പറിക്കുന്ന മൈലാഞ്ചികൾ നല്ല പോലെ കഴുകിയെടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പൊടി കാണും. ഇപ്പോൾ മഴയില്ലല്ലോ, നല്ല പോലെ കഴുകിയില്ലെങ്കിൽ തല ചെളിയും വെള്ളമൊന്നും പോകത്തില്ല. ചെളിയും പൊടിയൊക്കെ കാണും. അത് കഴുകിയെടുത്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ചായവെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റായിട്ട് നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചാൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കൂട്ടം സാധനങ്ങൾ ചേർക്കാം. വീട്ടിലുള്ള ചായപ്പൊടിയും കാപ്പിപ്പൊടിയും മാത്രം മതി. നമ്മുടെ മുടി നല്ല പോലെ കറുപ്പിക്കും. കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. സിസ്റ്റം എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ അരച്ചെടുക്കുക. നല്ല കറുപ്പായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വിഷങ്ങളൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള അരച്ചിങ്ങനെ കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ ആ വെള്ളം അങ്ങ് പറ്റിക്കോളും. ഇനി അതിലേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈലാഞ്ചിയും കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല കളറും കിട്ടും, നല്ല കരുത്തും കിട്ടും കേട്ടോ. കാപ്പിപ്പൊടി ഇടുന്നത് കൊണ്ടാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരു 2 സ്പൂണോളം നീലയാമരിയുടെ പൊടിയും കൂടെ ചേർക്കുക. ഉപ്പിടുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ കളറില്ലേ നമ്മുടെ തലയിലേക്ക് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. പൊടി ആയതുകൊണ്ട് വെള്ളത്തിലേക്ക് അലിക്കാനായിട്ട് കുറച്ച് സമയമേ എടുക്കും. കുറച്ച് സമയം ഇങ്ങനെ ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ. എന്നാലാണ് പൊടി ഇതിൻ്റെ കൂടെ യോജിക്കുള്ളൂ. നല്ല ഇത് കറുപ്പ് കളറിൽ ഇരുന്നില്ലെങ്കിലും തലയിൽ തേച്ച് കഴിയുമ്പോഴത്തേനും നല്ല കറുപ്പ് കളറായിക്കോളും കേട്ടോ. ഇതൊന്നും റിസ്ക് ഇല്ലാത്ത പണിയാണ്. നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. കറുത്ത കളർ അല്ലെങ്കിൽ ഇത് മുടിയെ തേച്ച് കഴിയുമ്പോൾ നല്ല കറുപ്പ് കിട്ടും. നീലയാമരിപ്പൊടിയും മൈലാഞ്ചിയും കൂടി ആയതുകൊണ്ട് കേട്ടോ. കെമിക്കൽ ചേർത്തിട്ട് തലമുടിക്ക് കേട് വരണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി തയ്ക്കുന്നത്.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു 4 മണിക്കൂർ വെച്ചിട്ട് വേണം കേട്ടോ തലയിൽ തേക്കാൻ. അന്നേരം ഇച്ചിരി നല്ല അത് എല്ലാം കൂടെ അങ്ങ് യോജിച്ചങ്ങ് ഇച്ചിരി കൂടെ വെള്ളം, ഇത്ര വെള്ളം കൊണ്ട് തേക്കാൻ കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി കൂടെ സമയം ഇരുന്ന് അതൊക്കെ യോജിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് തല തേക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കോമ്പിനേഷൻ നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല കളറില്ലേ നോക്ക്, മെറൂൺ കളറ്. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തെ ഒരു കറുത്ത കളറായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് തേച്ചാലും മതി. ഇപ്പോൾ തേച്ചാലും കറുപ്പ് കളർ വീഴും കേട്ടോ. അത് ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേക്കണം. ഒരു പ്രാവശ്യം തേച്ചാൽ പോരാ, ഒരു 3 പ്രാവശ്യം വെച്ച് തേക്കണം. ഇങ്ങനെ ഉണ്ടാക്കി ഇതൊരു 3 പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇന്ന് തേച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അടുത്ത ദിവസം തേക്കുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയിട്ട് മാത്രം തേക്കുക. ഡൈകളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ഡൈകളും നമ്മൾ വീട്ടിലുണ്ടാക്കണം. കൂടുതലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2-3 പ്രാവശ്യത്തേക്കുള്ളത് തേക്കാം. അത് കൂടുതൽ വെച്ചേക്കണ്ട. പിന്നെ 3 ദിവസത്തേക്കുള്ള ഉണ്ടാക്കി വയ്ക്കുക. താങ്ക് യു.